ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മഴ തോരും മുന്നേ എന്ന് പറയുന്ന സീരിയലിന്റെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുടക്കത്തിൽ തന്നെ ബാലനും വൈജയന്തിയും തമ്മിൽ നല്ലൊരു വഴക്കൊക്കെയാണ് കാണിക്കുന്നത്. ഒന്നും പറയണ്ട, ഇന്ന് ബാങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. കണക്കൊക്കെ തീർന്നിട്ട് വരുമ്പോൾ സമയമായതാണ്. എന്നാ പിന്നെ ആ ജോലിയൊക്കെ നിർത്തിയിട്ട് സ്വന്തം ജ്വല്ലറിയിൽ മാനേജറായിട്ട് ഇരുന്നാൽ പോരെ നിനക്ക്? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾ പറയുന്നത്? ചെലവിന് വേണ്ടിയിട്ട് ബാലചന്ദ്രന്റെ മുന്നിൽ കൈ നീട്ടാനാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അപ്പോൾ ബാലൻ പറയുന്നു, നീ എൻ്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. നിനക്ക് ആവശ്യമുള്ള പണം നീ അക്കൗണ്ടിൽ നിന്ന് എടുത്തു. എനിക്കങ്ങനെ കാശെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. എൻ്റെ ചെലവിന് നിങ്ങളുടെ അടുത്ത് നിന്നും കാശെടുക്കാനായിട്ട് എനിക്ക് ഒരു താല്പര്യവുമില്ല. ഞാൻ കുഞ്ഞിരാമൻ മേനോന്റെ മോളാണ്. ഒരു കാലത്ത് നിങ്ങൾ എൻ്റെ കുടുംബത്തിന്റെ അടിമയായിട്ട് ജീവിച്ച ഒരു വ്യക്തിയായിരുന്നില്ലേ? എന്നെ നിങ്ങൾ നിങ്ങളുടെ ജോലിക്കാരിയാക്കാനായിട്ട് നോക്കുകയാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, നിന്റെ ജോലി സ്ട്രെസ് കാരണം ഞാൻ പറഞ്ഞതാണ്. പിന്നെ നീ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്, മാനേജറായിട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു ജോലി ആണെങ്കിൽ പോലും നീ ഒരാളുടെ കീഴിൽ തന്നെയല്ലേ ജോലി നോക്കുന്നത്? അതായത് അവിടെ ഒരു ജോലിക്കാരെ ആയിട്ടല്ലേ നീ ജോലി നോക്കുന്നത്? ബാലചന്ദ്രൻ ഇപ്പം എന്താ വേണ്ടേ? ഞാൻ ജോലിക്ക് പോകുന്നത് നിങ്ങൾക്ക് പ്രശ്നമാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. നീ ജോലിക്ക് പോകുന്നത് കൊണ്ട് കുട്ടികളുടെ കാര്യത്തിലൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല. നീ ജ്വല്ലറിയിൽ വന്നിരിക്കുകയാണെങ്കിൽ നിനക്ക് വീട്ടിലത്തെ കാര്യം നോക്കാൻ സാധിക്കും. ജ്വല്ലറിയിലെ കാര്യം നോക്കിയിട്ട് നിനക്ക് അതിൽ നിന്നും സാലറി കിട്ടുമല്ലോ എന്ന് ചോദിക്കുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജ്വല്ലറിയിൽ വന്നിരിക്കില്ല. എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാണ്. കുഞ്ഞിരാമൻ മേനോന്റെ മകളായിട്ടുള്ള ഈ വൈജയന്തി ഒരിക്കലും നിങ്ങളുടെ അടിമയായിട്ട് വരാൻ തയ്യാറല്ല എന്ന് പറയുന്നു. നിങ്ങൾ എൻ്റെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരുമെന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടിട്ട് ബാലൻ പറയുന്നത്, അങ്ങനെയൊന്നുമില്ല, എല്ലാം മാറി മറിയാം. ചിലപ്പോൾ തൊഴിലാളി മുതലാളി ആയിട്ടും വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടല്ലോ, അതുപോലുള്ള സാഹചര്യങ്ങളും വന്നിട്ടുണ്ടല്ലോ, അത് കാണുന്നതാണല്ലോ. എനിക്ക് നിങ്ങൾ ഇങ്ങനെ പറയുന്നതൊന്നും തീരെ പിടിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് കൂടുതൽ സംസാരിക്കാനൊന്നും താല്പര്യമില്ല എന്ന് വൈജയന്തി പറയുന്നു. ശരി, ഞാനത് വിട്ടു, എൻ്റെ പൊന്നു, എന്നൊന്നും വെറുതെ വിട എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ അവിടെ നിന്നും പോവുകയാണ്. അവിടെ നിന്ന് വിട്ടത് ഇപ്പൊ കൈതക്കലിൽ കാണിക്കുന്നു. എല്ലാവരും അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട്, അമ്മ അലീനയ്ക്ക് ഫുഡ് കൊടുത്തോ എന്ന് അമ്മയോട് ചോദിക്കുകയാണ്. അവൾക്ക് എന്തിനാണ് ഇപ്പോൾ ഫുഡ്? എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് അവൾ കഴിച്ചാൽ മതി എന്ന് പറയുന്നു. അപ്പോൾ മനു പറയുന്നത്, അമ്മ ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു കോഫി മാത്രമാണ് കുടിച്ചത്, വേറെ ഒന്നും തന്നെ അവൾ കഴിച്ചു കാണില്ല. അരമണിക്കൂർ ഫുഡ് കഴിക്കാൻ വൈകി എന്ന് പറഞ്ഞ് ഒന്നും തന്നെ സംഭവിക്കാൻ പോണില്ല. വേലക്കാരിയെ നമ്മുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിപ്പിക്കണമെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നു. മനു പറയുന്നു, അമ്മ വേലക്കാരിയായിട്ടൊന്നും ആ കുട്ടിയെ ട്രീറ്റ് ചെയ്യരുത്. അവളും നല്ല രീതിയിൽ തന്നെയാണ് വളരുന്നത്. മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി വന്ന ഹോം നേഴ്സ് ആണെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്തിനാണ് വേലക്കാരി എന്ന് വിളിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് അവളെ? മുത്തശ്ശിക്ക് ഭക്ഷണം കൊടുത്തു എന്ന് മനു ചോദിക്കുന്നു. അപ്പോൾ ഇല്ല, മുത്തശ്ശിക്ക് ഇപ്പോൾ ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് രഞ്ജുവിനെ വിളിക്കുന്നു. രഞ്ജുവിനോട് പറയുന്നുണ്ട്, ഈ ഒരു ഭക്ഷണം നീ ആ ഒരു കുട്ടിയുടെ കയ്യിൽ കൊടുക്കുക, എന്നിട്ട് അവളോട് മുത്തശ്ശിക്ക് ഇത് വാരി കൊടുക്കാൻ പറയുന്നു. ഇത് കേട്ടപ്പോൾ ശിവൻ പറയുന്നു, എന്താ നീ പറയുന്നത്? നീയല്ലേ അമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കേണ്ടത്, എന്നിട്ട് ആ കുട്ടിയോട് ചെയ്യാൻ പറയാണോ? അപ്പൊ കമല ചോദിക്കുന്നു, ശിവേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ കുവൈറ്റിലേക്ക് പോവില്ലേ? അത് ഞാൻ പോവുമെന്ന് ശിവൻ പറയുന്നു. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ കാര്യം ആരാ നോക്കുന്നത്? ഞാൻ കുവൈത്തിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നു. അപ്പൊ പിന്നെ അമ്മയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് കമല പറയാണ്. എന്നിട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ് അവിടെ ശിവൻ. മനു പറയുന്നു, അച്ഛനെ അമ്മ പറഞ്ഞത് മനസ്സിലായോ? ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അമ്മ നോക്കിക്കോളാം, അച്ഛൻ കുവൈറ്റിൽ ഇരുന്ന് ജോലി നോക്കിയാൽ മതി, അമ്മയുടെ കാര്യത്തിൽ അച്ഛൻ ഇടപെടാൻ വരണ്ട എന്ന്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മുത്തശ്ശിയാണ് കാണിക്കുന്നത്. മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ അലീനയാണ് നോക്കുന്നത്. അങ്ങനെ മുത്തശ്ശി ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുമ്പോൾ അവിടേക്ക് രഞ്ജു വരുന്നു. എന്നിട്ട് അലീനയോട് പറയുന്നുണ്ട്, ഇനി ഈ കഞ്ഞൊന്ന് നീ വാങ്ങിക്കേ, മുത്തശ്ശിക്ക് കൊടുക്ക. മുത്തശ്ശി ചോദിക്കുന്നു, നീ എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? നീ അകത്തേക്ക് വാ മോളെ എന്ന് രഞ്ജുവിനെ വിളിക്കുന്നു. രഞ്ജു പറയുന്നു, ഞാനൊന്നും വരത്തില്ല. മുത്തശ്ശിയുടെ മുറിക്ക് വല്ലാത്തൊരു നാറ്റമാണ്. എനിക്ക് ആ നാറ്റം ഇഷ്ടമല്ല. എനിക്ക് ഈ ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും. മുത്തശ്ശൻ്റെ മുറിയും ഇങ്ങനെ തന്നെയായിരുന്നു. മുത്തശ്ശൻ്റെ മുറിയിലും വല്ലാത്തൊരു സ്മെല്ലടിക്കും. എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയുന്നു. അതെനിക്കത് കേൾക്കുമ്പോൾ വല്ലാത്ത പോലെ ആകുന്നു. നമ്മുടെ അലീനയും രഞ്ജുവിൻ്റെ കയ്യിലുള്ള ഭക്ഷണം വാങ്ങാൻ വേണ്ടി പോകുന്നു. എന്നിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നു. ഇപ്പം മുത്തശ്ശി വല്ലാതെ ഫീൽ ചെയ്ത് പറയുന്നുണ്ട്, വയസ്സായപ്പോൾ എന്നെ ആർക്കും വേണ്ട മോളെ, ഞാൻ എല്ലാവർക്കും ഒരു ബാധ്യതയായി. മുത്തശ്ശി ഇന്ന് ഇങ്ങനെയെല്ലാം പറയുന്നത്. മുത്തശ്ശി പറയുന്നു, മരിച്ചു പോയിരുന്നെങ്കിൽ ഈ ശല്യം അങ്ങോട്ട് ഒഴിഞ്ഞു പോയേനെ അല്ലേ മോളെ എന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ പറയുന്നു, മുത്തശ്ശി ആർക്കും ഒരു ശല്യമല്ല, മുത്തശ്ശിക്ക് ഞാനില്ലേ, ഇനി മുത്തശ്ശിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. മോൾക്ക് ഇവിടെ ഇരിക്കുന്ന സമയത്ത് നാറ്റവും ഛർദിലും ഒന്നും തോന്നുന്നില്ല എന്ന് ചോദിക്കുന്നു. എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല മുത്തശ്ശി. സ്നേഹനികേതനത്തിൽ അവിടെ ഒരുപാട് മുത്തശ്ശിമാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മുത്തശ്ശിയുടെ കാര്യത്തിൽ അറപ്പ് തോന്നില്ല. അങ്ങനെ മുത്തശ്ശിക്ക് കഞ്ഞി കോരി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അവൾ വാരി കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത്, മോളെ വേണ്ട, ശമ്പളക്കാരൊന്നും എനിക്കിങ്ങനെ ഭക്ഷണം വാരി തരാറൊന്നുമില്ല.
അലീന പറയുന്നു, എന്താ മുത്തശ്ശി ഇങ്ങനെ പറയുന്നത്? സ്നേഹനികേതനത്തില കാശ് കിട്ടുമെന്ന് കരുതിയിട്ടൊന്നുമല്ല അവിടുത്തെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും എല്ലാം ഞാൻ പരിചരിച്ചിരുന്നത്. എനിക്കതെല്ലാം ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്. അലീൻ എനിക്ക് സ്നേഹം കണ്ടിട്ട് മുത്തശ്ശിക്ക് എന്ത് പറയണമെന്ന് അറിയുന്നില്ല. അലീന മുത്തശ്ശിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നു. അങ്ങനെ മുത്തശ്ശിക്ക് കഞ്ഞിയെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവൾ പാത്രം വെക്കാനായിട്ട് അടുക്കളയിലേക്ക് പോകുന്നു. അപ്പോഴാണ് ഹരി അവിടേക്ക് വന്ന് അവളെ തടഞ്ഞു നിർത്തുന്നത്. അവളോട് പറയുന്നുണ്ട്, നിന്നെപ്പോലെ കുറെ ജോലിക്കാരെല്ലാം ഇവിടേക്ക് വന്നതാണ്, അതിനിപ്പോൾ ഞാൻ എന്ത് വേണമെന്ന രീതിയിൽ അല്ലെങ്കിൽ അവനെ തുറിച്ചു നോക്കുന്നു. നീ എന്തിനാണ് ഇപ്പം ഇങ്ങനെ എന്നെ നോക്കുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ശമ്പളത്തിനോടൊപ്പം കിമ്പളവും കിട്ടും. അലീന പറയുന്നു, എനിക്കതൊന്നും വേണ്ട, എനിക്ക് ശമ്പളം മാത്രം മതി. ഈ കൈയെടുത്ത് മാറ്റുകയാണെങ്കിൽ എനിക്ക് ഇവിടുന്ന് പോകാമായിരുന്നു എന്ന് അലീന പറയാണ്. എടുത്തു മാറ്റാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാനിത് വേറെ ആരോടെങ്കിലും പറയുമെന്ന് പറയുന്നു. നീ എന്താ എന്നെ പീഡിപ്പിക്കാൻ നോക്കുകയാണോ? നീ ഒന്നും ഓർക്കണം, ഇവിടെ ഞാനാണെല്ലാം, ഞാൻ കഴിഞ്ഞേ വേറെ എന്തുമുള്ളൂ. ആരോട് നീ പരാതി പറയുകയാണെങ്കിലും എനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ നിന്നെ പിന്നെ എടുത്തോളാം എന്ന് പറഞ്ഞ് അവർ അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ അലീന അടുക്കളയിലേക്ക് ചെന്നിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കമൽ അവിടേക്ക് വന്നിട്ട്, എടി നിനക്ക് ഭക്ഷണം വേണോ അതോ വേണ്ടേ എന്ന് ചോദിക്കുന്നു. അപ്പൊ അലീന പറയുന്നത്, ഇവിടെ ഭക്ഷണം ഉണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ വേണ്ട. നീ എന്താ തർക്കത്തിനും പറയാണോ? നിനക്ക് ഫുഡ് വേണോ വേണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വേണമെന്ന് പറയുന്നു. അവിടെ കുറച്ച് കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അതെടുത്ത് കുടിക്കി, ഇല്ലെങ്കിൽ പട്ടിക്ക് കൊടുക്കും അത്. അലീനയ്ക്ക് അത് കേട്ടത് ഭയങ്കര സങ്കടമായി, എന്ത് പറയണമെന്ന് അറിയുന്നില്ല. ശരി, ഞാനത് കുടിച്ചോളാം എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് പുറത്ത് മനു നിൽക്കുന്നുണ്ടായിരുന്നു. കമലയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊരു ചീപ്പായിട്ടുള്ള വർത്തമാനമാണ് അമ്മ പറഞ്ഞത്? പട്ടിക്ക് വെച്ചിരിക്കുന്ന ഫുഡാണോ അവൾക്ക് എടുത്ത് കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നത്? മുത്തശ്ശിയെ നോക്കാൻ വേണ്ടി വന്ന പെൺകുട്ടിയല്ലേ, ഒരു ഹോം നേഴ്സാണ്, ഇങ്ങനെയാണോ ഒരു പെൺകുട്ടി ഒരു ട്രീറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഫുഡ് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ്. ഇവിടെ അങ്ങനെ ഭക്ഷണമൊന്നും വേസ്റ്റ് ആക്കാറില്ലല്ലോ അല്ലേ? ഈ കഞ്ഞിയാണോ അമ്മ അലീനയ്ക്ക് വേണ്ടി കരുതി വെച്ചത്? ഈ കഞ്ഞി കുടിക്കുന്ന ഏത് പട്ടിയാണ് ഈ നാട്ടിലുള്ളത്? അങ്ങനെ മനു അകത്തുണ്ടായിരുന്ന ഭക്ഷണമെല്ലാം എടുത്ത് ടേബിളിൽ നിരത്തി വെക്കുകയാണ്. ഇത്രയും ഫുഡ് ഉണ്ടാവുമ്പോൾ ആ കഞ്ഞിയാണോ ആ കുട്ടിക്ക് എടുത്തു കൊടുക്കുന്നത്? ഇതെല്ലാം രാത്രി സമയത്ത് അമ്മ ആരും അറിയാതെ എടുത്ത് കഴിക്കായിരിക്കും അല്ലേ? ഇത്രയും ഭക്ഷണം ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് കൊടുക്കുന്നത് ഈ കഞ്ഞി മാത്രമാണ്. അമ്മ എന്തിനാണ് ഇത്രയും ക്രൂരതയെല്ലാം കാണിക്കുന്നത്? ദൈവം ഒരിക്കലും അത് പൊറുക്കില്ല. ഇത്രയും ഭക്ഷണം വേസ്റ്റ് ആക്കിയിട്ട് അമ്മയ്ക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഇങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ കമല ഒന്നും പറയാതെ അവിടെ നിൽക്കുകയാണ്. അലീന അവിടേക്ക് കടന്നു വരുന്നു. അമ്മേ, ഈ ഭക്ഷണമെല്ലാം അലീനയ്ക്ക് എടുത്ത് കൊടുക്കണം. അപ്പൊ അലീന പറയുന്നു, വേണ്ട സർ, എനിക്ക് കഞ്ഞിയും ചമ്മന്തിയും മാത്രം മതി, എനിക്കത് നല്ല ഇഷ്ടമാണെന്ന്. അപ്പൊ മനു പറയുന്നു, അമ്മ ഭയങ്കര കഷ്ടമുണ്ട്, ഇങ്ങനൊരു ക്രൂരത ഇനി ഒരിക്കലും ആരോടും അമ്മ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവാണ്. അപ്പോഴത്തേക്കും കമലയാണെങ്കിൽ ഇപ്പോൾ അലീനയ്ക്ക് നേരെ തിരിയുന്നു. കാലെടുത്ത് ഇവിടെ വെച്ചില്ല. അപ്പോഴത്തേക്കും പ്രശ്നം തുടങ്ങി. എന്റെ മോനെ കൊണ്ട് എന്നെ തന്നെ ചീത്ത പറയിപ്പിച്ചപ്പോൾ നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അലീന പറയുന്നു, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? ഒന്നും നീ ചെയ്തിട്ടില്ല, എല്ലാം ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. എനിക്കെല്ലാം അറിയാം, ഒന്നും അറിയില്ലെന്ന് നീ വിചാരിക്കരുത് എന്ന് പറഞ്ഞ് കമല അവിടെ നിന്നും പോകുന്നു. അവിടുന്ന് കെട്ടിയത് രേവതിക്കുട്ടിയാണ് ഇപ്പൊ കാണിക്കുന്നത്. അവളെല്ലാവരും ഭക്ഷണം കഴിച്ച പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വേസ്റ്റ് ആയിട്ട് ചിക്കൻ്റെ പീസും ഓംലേറ്റും ഒക്കെ കാണുന്നുണ്ട്. നല്ല നല്ല ഭക്ഷണമാണ് ഇവർ വേസ്റ്റാക്കി കളഞ്ഞിരിക്കുന്നത്. ഇതൊന്നും കിട്ടാതെ ഒരുപാട് കുട്ടികളുണ്ട്. അതുകൊണ്ട് ഇത് വേസ്റ്റാക്കി കളയണ്ട എന്ന് പറഞ്ഞ് മാമച്ചായനും ഗ്രീസും കഴിച്ച ആ പ്ലേറ്റിലുണ്ടായിരുന്ന ചിക്കൻ്റെ പീസും ഓംലേറ്റും എല്ലാം എടുത്ത് രേവതിക്കുട്ടി കഴിക്കുന്നു. ഗ്രീസമ്മ ഉച്ചത്തിൽ നിലവിളിക്കാണ് രേവതിക്കുട്ടി എന്ന് പറഞ്ഞിട്ട്. രേവതി ആണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താ നീ ചെയ്യുന്നത്? നീ കട്ട് തിന്നാണോ എന്ന് ചോദിക്കുന്നു. കട്ട് തിന്നല്ല, ഇത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കഴിച്ചതാണ്. നിനക്ക് നല്ല ഫുഡാണല്ലോ ഞങ്ങൾ തരുന്നത്, നിനക്കത് കഴിച്ചൂടെ? ഇത് കളഞ്ഞെന്ന് വെച്ച് ഒന്നും നിന്നെ സംഭവിക്കാൻ പോകുന്നില്ല. നാലാള് നീ ഈ ഇച്ചില കഴിക്കുന്നത് കാണുമ്പോൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കില്ലേ, നിനക്ക് ഭക്ഷണം ഒന്നും തരുന്നില്ല എന്ന് പറഞ്ഞ്. മാമച്ചായൻ ഗ്രീസിന്റെ ശബ്ദമെല്ലാം കേട്ടിട്ട് അവിടേക്ക് വരികയാണ്. എന്തിനാ ഗ്രീസമ്മേ നീ ഇങ്ങനെ കുഞ്ഞിനെ വഴക്ക് പറയുന്നേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഗ്രീസമ്മ പറയുന്നത്, കണ്ടില്ലേ ഇവള് കാണിക്കുന്നത്, നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയാണ് ഇവള് കഴിക്കുന്നത്. മാമച്ചായൻ രേവതിക്കുട്ടിയോട് ചോദിക്കുന്നു, എന്തിനാ മോളെ നീ അതൊക്കെ എടുത്ത് കഴിക്കുന്നേ? രേവതിക്കുട്ടി പറയുന്നു, ഇത്രയും ഫുഡ് വേസ്റ്റ് ആയത് കണ്ടപ്പോൾ കളയാൻ തോന്നിയില്ല, അതാ ഞാൻ കഴിച്ചത്. ഇതുപോലുള്ള ഭക്ഷണം ഒന്നും കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഞങ്ങളുടെ സ്നേഹനികേതനത്തിൽ തന്നെ. ഞാനുൾപ്പെടെ പലരും ഒരു നേരത്തെ ഒന്നും ചിലപ്പോൾ ഭക്ഷണം കിട്ടിയെന്ന് വരില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇത്രയും ഫുഡ് വേസ്റ്റ് ആവണ്ട എന്ന് കരുതിയിട്ടാണ് ഞാൻ കഴിച്ചത്. ഗ്രേസമ്മ പറയുന്നു, ഇന്നത് ആവർത്തിച്ചു, ഇനി നീ ഇത് ആവർത്തിക്കരുത്, ഇത് കൊണ്ടേ കാണാം എന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയും അതിന് പോകുന്നു. ഇന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ അലീനയാണ് കാണിക്കുന്നത്. അലീന നല്ലോണം സുഖമായിട്ട് തന്നെ ഉറങ്ങുന്നുണ്ട്. രാവിലെ നേരത്തെ തന്നെ അവൾ എണീക്കുന്നു. ചുറ്റും ഒന്ന് നോക്കുന്നു. മുത്തശ്ശി അവിടെ ഉറങ്ങുന്നതാണ് കാണുന്നത്. പക്ഷെ ശരിക്കും മുത്തശ്ശി അവിടെ ഉറങ്ങല്ലായിരുന്നു കേട്ടോ. മുത്തശ്ശി എന്ന് നോക്കിയതിന് ശേഷം കർത്താവിനോട് വന്ന് പ്രാർത്ഥിക്കുകയാണ്. മുത്തശ്ശിക്ക് വേണ്ടിയിട്ടും ആ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടും അവൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കാക്കണേ എന്ന് പറഞ്ഞാണ് അവൾ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം മുത്തശ്ശി കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഇന്നേ വരെ തൻ്റെ കൊച്ചുമക്കൾ ആരും തന്നെ ചെയ്യാത്ത കാര്യമാണ് അലീന ചെയ്യുന്നത്.
എന്ത് നല്ല സ്വഭാവമാണ് അലീനയുടേത് എന്ന് ആലോചിച്ചു പോവുകയാണ് അലീന. തുടർന്ന് അവൾ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ ഒരു എക്സ്പ്ലനേഷൻ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ.